ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി. 16, 17, 18, 19 കാണാനഴകുള്ള മാണിക്യ കുയിലേ, 6 മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണി മാവിന്റെ കൊമ്പിലേ. യെസ്, ഓ വെരി ഗുഡ്. ബുദ്ധി ബുദ്ധി ബുദ്ധി. യെസ്, വെരി ഗുഡ്. അനക്കരുതാ പതുക്കെ. ശ്രുതിയുണ്ടോ? ശ്രുതിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നോക്കിക്കേ, രണ്ടുപേരും ഒന്ന് പാടി നോക്കട്ടെ. ഞങ്ങൾ പറയാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ ശ്രുതിയുണ്ടോ എന്ന്. ഏതോ രാമഴയിൽ നിലാവിന്റെ മുത്തായി നീ വന്നു. സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും, വെറുതെ വെക്കാതെ ഓരോന്നോരോന്നെടുക്കുക. ഗ്രാമത്തിന്റെ നാട്ടുഭംഗിയും നിഷ്കളങ്കമായ സ്നേഹവും ആവോളമുണ്ട് ഈ ഗ്രാമത്തിന്. കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിലാണ് ആവള എന്ന ഈ കൊച്ചു ഗ്രാമം. ആവളയിൽ പെരിങ്ങളത്ത് പോയിൽ എന്ന നാടിന്റെ കൂട്ടായ്മയുടെ നടുവിലാണ് ഇന്ന് സി കേരളം സൂപ്പർ ബമ്പർ എത്തി നിൽക്കുന്നത്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല നിങ്ങൾക്ക്. ഒരിക്കൽ നമ്മളിവിടെ വന്നിരുന്നു. ആവളയാണ് സ്ഥലം. ആവളയിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ പ്രേക്ഷകർ മാത്രമാണ്, ഈ കൂടി നിൽക്കുന്ന ജനം മാത്രമാണ് നമ്മളെ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരാൻ, നമുക്ക് വരുവാൻ പ്രേരണയായത്. സ്വാഗതം ചെയ്യുന്നു ആവളയിലെ പ്രിയ സുഹൃത്തുക്കളെയെല്ലാം. ഏതായാലും ഒരുപാട് കലാകാരന്മാരുള്ള നാടാണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. വീണ്ടും കലാകാരന്മാർ ഇവിടെ തിങ്ങി നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. കലാകാരനാണോ? ചെറിയ രീതിയിലാണ് കേട്ടെ. നീ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് വലിയ രീതിയിലേക്ക് മാറ്റാതെ ഒരു പാട്ടാണോ പാടുന്നത്, മിമിക്രി ആണോ, കഥാപ്രസംഗമാണോ, എന്താണുള്ളത് കയ്യിലെ സ്റ്റോക്ക്? ചെറിയൊരു പാട്ട് പാടാം. ചെറിയൊരു പാട്ട് എല്ലാം ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. ഓക്കെ, എന്നാ രണ്ടുപേരും പാട്ട് പാടാം അല്ലേ? ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നിറനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, പാവാട പ്രായത്തില് അന്ന് നാം പാവയ്ക്ക തോട്ടത്തിലോ,
പാവാട പ്രായത്തില് അന്നു നാം പാവയ്ക്കാത്തോട്ടത്തിലോ കണ്ണഞ്ചീരട്ടയില് നമ്മളന്നു മണ്ണപ്പൻ ചുട്ടതല്ലേ കണ്ണഞ്ചീരട്ടയില് നമ്മളന്നു മണ്ണപ്പൻ ചുട്ടതല്ലേ ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറനല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി നിറനല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി. പേരെന്താന്ന് പറഞ്ഞേ? പ്രവീൺ. പ്രവീൺ. എന്നിട്ട് ബാലന്റെ മോളെ തന്നെയാണോ കല്യാണം കഴിച്ചത്? ബാലൻ എന്റെ അച്ഛനാ. ആണല്ലേ? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ മൊത്തം വിഷയമായി. ഓക്കെ, കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ഓക്കെ. വൈഫ് വന്നിട്ടുണ്ടോ? വൈഫ് വന്നിട്ടുണ്ടോ? ഇപ്പൊ പോയതാണല്ലേ? ഓക്കെ. അപ്പം നിറനെല്ലിന്റെ നിറം തന്നെയാണോ ഭാര്യക്ക്? കുഴപ്പമൊന്നുമില്ല. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ പ്രവീണിന്റെ കൂടെ. ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി 5 പേരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 5 പേരിൽ ആരാണ് ഈ ഗെയിമിലേക്ക് സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് വരുന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് 5 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഏതായാലും തിരഞ്ഞെടുക്കാം 5 പേരിൽ ഒരാളെ. അപ്പോ 5 പേരാണുള്ളത്. 5 പേരുടെ പേര് നമ്മൾ ഈ ബൗളിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് നമുക്ക് സെലക്ട് ചെയ്തേണ്ടത്. സെലക്ട് ചെയ്യാം. ആരാണ് ഇവിടെ ഉള്ളത്? ഓടി വരൂ. എന്താ പേര്? ധനശ്യാം. ഒരാളെ എടുത്തോളൂ കേട്ടോ. യെസ്. അപ്പോ ഒരാളെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പേര് വായിക്കാൻ പോവുകയാണ്. 5 കണ്ടസ്റ്റന്റിൽ ഒരാള്. കണ്ടസ്റ്റന്റ് പേര് അക്ഷയ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്സ് കുക്കീസിൽ കളിക്കാൻ വന്നിരിക്കുന്നത് അക്ഷയ അല്ലേ? അക്ഷയ്, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. സൂപ്പർ ബമ്പർ കളിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? 25,000 നേടുവോ? 25,000 വേണം. ഉറപ്പിച്ചാണ്? രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് അല്ലേ? അതെ. അപ്പോ എന്ത് ചെയ്യുന്നു? പ്ലസ് ടുവിൽ ഏതാണ്? +2 സയൻസ് ആണ്. പഠിക്കാൻ എങ്ങനെയുണ്ട്? എന്റെ അമ്മ അതൊന്നും പറയാത്തയാ നല്ലത്. എന്നാ പെട്ടുപോയി. നമ്മുടെ കോട്ടയം ഭാഷയിലൊക്കെ പറയുന്നത് ദൈവമേ അതൊന്നും പറയാത്തതാ നല്ലത് അല്ലേ? എവിടെയാണ് ശരിക്കും? ഇവിടെ തന്നെയാണോ വീട്? അവളെ തന്നെയാണ് വീട്. അവളെ തന്നെയാണ് വീട്. നമ്മുടെ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അവളെ നാടിനെ? അവള അടിപൊളിയാണ്. അവളുള്ള നാട്ടുകാർ സൂപ്പറാണ്. നമ്മുടെ ക്ലബിനെ കുറിച്ച് പറഞ്ഞില്ല. ക്ലബ് അടിപൊളിയാണ്. ക്ലബിൽ ഒരു എന്താണ് ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ബാലവേദിയുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു. ആക്റ്റീവായിട്ട് തന്നെയാണല്ലേ? ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ, നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകൾ വേണം. ഇങ്ങനെയുള്ള കുട്ടികളുടെ ബാലവേദികളൊക്കെ ഉണ്ടാവണം. എന്തായാലും ആദ്യത്തെ ഗെയിമിലേക്ക് നമുക്ക് പോകാം. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിൽ കിട്ടുന്നത്. ഉറപ്പുള്ള സമ്മാനമാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള കിട്ടുന്ന 1000 രൂപയാണ്. ഈ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ആയി പ്രേക്ഷകരോടായി നമ്മുടെ ഗെയിമിന്റെ നിയമാവലികൾ ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോ എല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പോ ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം അല്ലേ? ആദ്യത്തെ ഗെയിം എടുക്കാൻ പോവുകയാണ്. അക്ഷയ, പ്രാർത്ഥിച്ചുകൊണ്ടെടുത്തോളൂ. എളുപ്പമുള്ള ഗെയിം തന്നെയായിരിക്കും അക്ഷയ്ക്ക് കിട്ടാൻ പോകുന്നത്. തന്നോളൂ. അക്ഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിമിന്റെ പേര് വായിക്കട്ടെ. ഇതിൽ നിന്ന് സമ്മാനം കിട്ടുകയാണെങ്കിൽ 1000 രൂപയാണ് കിട്ടുന്നത്.
പണിപ്പെട്ടിയിൽ നിന്ന് ഈ പണി എടുത്തതിന് ശേഷമാണ് പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടുകയുള്ളൂ. ഇതിൽ ജയിക്കുന്ന ഉറപ്പാണല്ലേ? ഉറപ്പാണ്. തീർച്ചയായിട്ടും. വക്കീലാവാനാണ് ആഗ്രഹിക്കുന്നത്. വക്കീലിന് പറ്റിയ ഗെയിം തന്നെ ആവട്ടെ ആദ്യത്തെ ഗെയിം. ഗെയിമിന്റെ പേരാണ് ഉടുമ്പുമൊട്ട. അപ്പോ നമ്മുടെ ഉടുമ്പുമൊട്ട തുടങ്ങാൻ പോവുകയാണ്. കണ്ടിട്ടുണ്ടോ? ഉടുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഉടുമ്പിനെ കണ്ടിട്ടുണ്ട്. മുട്ട കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടോ പരിപാടി. നല്ലൊരു ഫ്രണ്ടിനെ കൂടെ വിളിച്ചു. ഈ ഗെയിമില് അക്ഷയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ആവശ്യമുണ്ട്. വിളിച്ചോളൂ. പേരെന്താണ്? ചിന്നു ചേച്ചി. ഓക്കെ, ചിന്നു ചേച്ചി ഇത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. ഇതൊരു റിംഗ് ആണ്. ഈ റിംഗിൽ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് അവിടെ നിന്നു. അപ്പോൾ ചിന്നുവിന്റെ കയ്യിൽ ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ പശയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉടുമ്പിന്റെ മുട്ട, ഈ ബോള് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗെയിം തീരുമ്പോൾ അതിൽ 25 ബോൾ, അതായത് 25 മുട്ട ഹോൾഡ് ചെയ്ത് ഇരിപ്പുണ്ടാവണം. മനസ്സിലായല്ലോ? 120 സെക്കൻഡാണ് നമ്മുടെ ഈ ഗെയിമിന്റെ സമയം. ഉറപ്പുള്ള 1000 രൂപയാണ് ഇതിൽ ജയിച്ചാലുള്ള സമ്മാനം. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മത്സരം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 1 എണ്ണ, 2 3 4 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 22 23 24 25. യെസ്, 1000 രൂപ ഉറപ്പുള്ള സമ്മാനം. ഓക്കെ, ചിന്നു എങ്ങനെയുണ്ടായിരുന്നു? ചിന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. ചിന്നു എന്ത് ചെയ്യുന്നു? ഞാൻ PSC പ്രിപ്പയർ ചെയ്യാണല്ലേ? ഏതാണ് ഇനി അടുത്ത ടെസ്റ്റ്? ഏതാണ് വരാൻ പോകുന്നത്? ഞാൻ ലിസ്റ്റിലുണ്ട്, പക്ഷെ എനിക്ക് VU ആഗ്രഹം. അതെ അല്ലേ? ലിസ്റ്റിൽ ഏതിനാണുള്ളത്? LD-യിലുണ്ട്. എന്നിട്ട് അടുത്തിന് പോവുകയാണ്. ജോയിൻ ചെയ്തോ? ഇല്ല, ലിസ്റ്റിലേ ഉള്ളൂ. ഓക്കെ, ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഏതായാലും നമുക്ക് 1000 രൂപയുടെ ഗെയിമിലാണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് 2000 രൂപയുടെ ഗെയിമാണ്. അതെ, 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? തയ്യാറാണ്. ഉറപ്പായിട്ടും 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണ്. നമ്മുടെ കൂടെ മത്സരിക്കുന്നത് അക്ഷയാണ്. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്സ് കുക്കീസ്. അതെ, 2000 രൂപയുടെ ഗെയിമാണ് ഇനി നടക്കാൻ പോകുന്നത്. റെഡിയാണ് അല്ലേ? റെഡിയാണ്. അതെ, ഇനി നമുക്ക് 2000 രൂപയുടെ ഗെയിം അക്ഷയെ കാത്തിരിക്കുന്നത് ഏത് ഗെയിമാണ് എന്ന് നമുക്ക് നോക്കാം. അക്ഷയ, അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോവല്ലേ? അതിനു മുമ്പ് ഒരു കടമുണ്ട്. 1000 രൂപയുടെ കടം വേണ്ടേ? വേണം. തീർച്ചയായിട്ടും. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. അക്ഷയ്ക്കുള്ള പിടയ്ക്കുന്ന 1000 രൂപ ആദ്യത്തെ സമ്മാനം. ഹാപ്പി. അടുത്ത ഗെയിമിലേക്ക് ഇനി പോകണം അല്ലേ? റെഡിയാണോ? റെഡിയാണ്. അക്ഷയെ കാത്തിരിക്കുന്ന ഏത് ഗെയിമാണെന്ന് നോക്കാം. എടുത്തോളൂ. അക്ഷയെ കാത്തിരിക്കുന്നത് ഏത് ഗെയിമാണ് എന്ന് നമുക്ക് അറിയണ്ടേ? അറിയണം. ഗെയിമിന്റെ പേര് അറിയുന്നതിന് മുന്നേ, സ്വഭാവം അറിയുന്നതിന് മുന്നേ നമുക്ക് ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. അഴകുള്ള മാണിക്യക്കുയിലേ, 16 മാസം കഴിഞ്ഞില്ലേ, അഴകുള്ള മാണിക്യക്കുയിലേ, 16 മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പിലേ കുയിലാളൊത്ത് വന്നാട്ടെ,
എൻ്റെ കുയിലാളൊത്ത് വന്നാട്ടെ അഴകുള്ള മാണിക്കുയിലേ 6 മാസം കഴിഞ്ഞില്ലേ കല്ലിനുള്ളിലെ ഉറവയുണർന്നു എല്ലമൊഴുകി കുളിരരുവി കല്ലിനുള്ളിലെ ഉറവയുണർന്നു എല്ലമൊഴുകി കുളിരരുവി കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ നിന്റെ പുള്ളൂർ കുടവുമായി വന്നാട്ടെ കാണാനഴകുള്ള മാണിക്യക്കുയിലേ 6 മാസം കഴിഞ്ഞില്ലേ അമ്പലനടയിലെ ചെമ്പകത്തിൽ മലരമ്പനം പോരൂതിക്കായി വന്നിറങ്ങി അമ്പലനടയിലെ ചെമ്പകത്തിൽ മലരമ്പനം പോരൂതിക്കായി വന്നിറങ്ങി മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്യ പൂത്തിരികൾ മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്യ പൂത്തിരികൾ നിന്റെ മാരനെ എതിരേൽക്കും പൂത്തിരികൾ കാണാനഴകുള്ള മാണിക്യക്കുയിലേ 6 മാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്ത് വന്നാട്ടെ നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ 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 അക്ഷയ് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളി. അടിപൊളിയായിരുന്നോ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഏതായാലും അക്ഷയ്ക്കുള്ള ഈ ഗെയിം ഏതാണെന്ന് അറിയണം. കുറച്ചും കൂടി നിങ്ങൾ ശ്രമിക്കണം. അക്ഷയ്ക്കുള്ള ഗെയിം ഏതാണെന്ന് അറിയാൻ സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അക്ഷയാണ്. അക്ഷയ്ക്കുള്ള പേര്, ഗെയിമിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലെന്നാണ് പരാതി. പറയട്ടെ, അക്ഷയ്ക്കുള്ള ആ എളുപ്പമുള്ള ഗെയിം, രസകരമായിട്ടുള്ള ആ ഗെയിമിന്റെ പേരാണ് തൂലികത്തട്ട്. അപ്പോൾ തൂലികത്തട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. നിസാര ഗെയിമാണ്. ഇവിടെ കുറേ തൂലികകൾ, അതായത് പേനകൾ കുറേ വെച്ചിട്ടുണ്ട്. ഒരു പേന വെക്കുക, അതിൻ്റെ മുകളിൽ മറ്റൊരു പേന വെക്കുക, അങ്ങനെ 4 തട്ടുകൾ ഉണ്ടാക്കുക. ഓക്കെ ആണോ? റെഡിയാ അല്ലേ? അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിസാര ഗെയിമാണ്. 100 സെക്കൻഡാണ് ഈ ഗെയിമിൻ്റെ സമയം. എന്ത് പറ്റി ഇങ്ങനെ കണ്ണു വീഴ്ചിരിക്കുന്നേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
തൂലികത്തട്ട്. 4 തട്ടുകളാണ് ഉണ്ടാക്കേണ്ടത്. യെസ്, എല്ലാ പേരും എടുത്തോ, എളുപ്പത്തിനാണ്. 1, അത് തട്ടിക്കളയല്ലേ. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ് യെസ് യെസ്, വെരി ഗുഡ്. 30 സെക്കൻഡ് കഴിഞ്ഞു. കയ്യടി പോരാ. ബുദ്ധി ബുദ്ധി ബുദ്ധി. യെസ്, വെരി ഗുഡ്. അനക്കരുത്, പതുക്കെ. 50 സെക്കൻഡ് കഴിഞ്ഞു. ബുദ്ധി. കയ്യടി. പേന മാറ്റി വെക്ക മോളെ. ബുദ്ധി ബുദ്ധി ബുദ്ധി. ഓ, കറക്റ്റാണ്, അത് കറക്റ്റാണ്. യെസ്, ഒറ്റെണ്ണം കൂടെ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. സ്ഥലം മാറ്റി വെക്കണം. 30 സെക്കൻഡ് ബാക്കിയുണ്ട്, ശ്രദ്ധിച്ച്. മോളെ അതെ തട്ട്, അപ്പുറത്തെ തട്ടരുത്. ഓ, യെസ്, കൊടുകൈ. അപ്പൊ 2000 രൂപയുടെ ഗെയിമാണ് കഴിഞ്ഞത്. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകണം. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. പോകാനൊരുങ്ങി എങ്കന്റെ കുലദൈവങ്ങളെ തൊട്ടു വണങ്ങണയാ, എങ്കന്റെ കുലദൈവങ്ങളെ തൊട്ടു വണങ്ങണയാ. Giro.
ഞങ്ങള് പോകാൻ ഒരുങ്ങി മുമ്പക്കം ഞങ്ങള് പാടി കളിക്കണയാ മുമ്പക്കം ഞങ്ങള് പാടി കളിക്കണയാ തമ്പുരാൻ ദശത്തിൽ ഞങ്ങള് പോകണ നേരോ കന്നിമത പുല്ലിക്കൊള്ളങ്ങനെ മൂളണ കേട്ടേ കന്നിമത പുല്ലിക്കൊള്ളങ്ങനെ മൂളണ കേട്ടേ കന്നിമത പുല്ലിക്കൊള്ളങ്ങനെ മൂളണ നേരോ വടക്കുന്ന് കാലം കോഴി കൂവണ കേട്ടേ വടക്കുന്ന് കാലം കോഴി കൂവണ കേട്ടേ വടക്കുന്ന് കാലം കോഴി കൂവണ നേരോ പടിഞ്ഞാറ് രാപ്പുള്ളിൻ പാട്ടൊന്നു കേട്ടേ പടിഞ്ഞാറ് രാപ്പുള്ളിൻ പാട്ടൊന്നു കേട്ടേ പടിഞ്ഞാറ് രാപ്പുള്ളുകൾ പാടണ നേരോ കിഴക്കുന്ന് കാട്ടാന് കുളമ്പടി കേട്ടേ കിഴക്കുന്ന് കാട്ടാന് കുളമ്പടി കേട്ടേ വെക്കനാടകടി പെണ്ണെ പോലുവൻ പെണ്ണെ അതാടി പോലെ കൊട്ടിലുള്ള വെളിച്ചം കണ്ടടേ അതാടി പോലെ കൊട്ടിലുള്ള വെളിച്ചം കണ്ടടേ നാടകടി പെണ്ണെ പോലുവൻ പെണ്ണെ അതാടി പോലെ കൊട്ടിലുള്ള വെളിച്ചം കണ്ടടേ അതാടി പോലെ കൊട്ടിലുള്ള വെളിച്ചം കണ്ടടേ നാടകടി പെണ്ണെ പോലുവൻ പെണ്ണെ അടിപൊളി കുടിലിൽ വെളിച്ചം കാണണ്ടേ അത് അടിപൊളി കുടിലിൽ വെളിച്ചം കാണണ്ടേ നാടകടി പെണ്ണെ വേലുവൻ പെണ്ണെ അത് അടിപൊളി കുടിലിൽ വെളിച്ചം കാണണ്ടേ അത് അടിപൊളി കുടിലിൽ വെളിച്ചം കാണണ്ടേ. അപ്പോ നമുക്കിനി 3000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം. പോവാം. റെഡിയല്ലേ? റെഡിയാണോ? റെഡിയാണ്. അപ്പോ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കാം. അതെ, 3000 രൂപയുടെ ഗെയിമാണ് അടുത്തതായി കളിക്കാൻ പോകുന്നത്. 3000 രൂപയുടെ ഗെയിമിന്റെ പേരാണ് പീരങ്കി. അപ്പോ 3000 രൂപയുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. പീരങ്കി എന്നാണ് ഈ ഗെയിമിന്റെ പേര്. നമ്മുടെ ഗെയിം മാസ്റ്റർ അതിവിദഗ്ധമായിട്ട് ഇവിടെ ഒരു പീരങ്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്കെയിലിൽ ഒരു ബൗള്, അതായത് ഒരു വൈൻ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെക്കുക, എന്നിട്ട് ഇതിലൊരു ബോൾ എടുത്തിടുക, വലിച്ച് വിടുക. ബോൾ ഇട്ടിട്ട് നേരെ പോയി ഈ ബോള് ഈ ബക്കറ്റിൽ വീഴണം. അങ്ങനെ 10 ബോളാണ് ഈ ബക്കറ്റിൽ ഇടേണ്ടത്. സെക്കൻഡ് എത്രയാണെന്നറിയാവോ? 80 സെക്കൻഡ് ആണുള്ളത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 10 എണ്ണമാണ് ഇടേണ്ടത്. 10 ബോളാണ് ബക്കറ്റിൽ ഇടേണ്ടത്. ഗെയിം സ്റ്റാർട്ട്. യെസ്, വളരെ ശ്രദ്ധിച്ച്. സമയം കുറവാണ്, 80 സെക്കൻഡേ ഉള്ളൂ. യെസ്, പതിയെ 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 ഒരു നാക്കിന്. ഓക്കെ, പ്ലാൻ ചെയ്ത് കയ്യടിക്ക് കയ്യടിക്ക്. യെസ് യെസ്, സമയം കുറയുന്നു. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്,
അങ്ങനെ തന്നെ ബൗൺസ് ചെയ്തിട് 30 സെക്കൻഡ് കഴിഞ്ഞു. ബൗൺസ് ചെയ്തിട്ടാൽ എളുപ്പമാണ് മോളെ. യെസ് ഓക്കെ, അങ്ങനെ ചെയ്യേ. ഓ, ബൗൺസ് ചെയ്തിട്ട് യെസ്. കയ്യടിക്ക്. ഓ, സമയം പോകുന്നു മോളെ. 20 സെക്കൻഡേ ബാക്കിയുള്ളൂ. യെസ്. ഓ, യെസ്. 10 9 8 7 6 5 4 3 2 1 0. അപ്പോ ഗെയിമിൽ നിന്ന് ഔട്ടായല്ലേ? വിഷമമൊന്നുമില്ല, ഒരു വിഷമമല്ല. സിമ്പിൾ കേസ്. വക്കീലാവുകൊണ്ട് വച്ച അല്ലേ? സാരമില്ല. ആരാണ് ഈ ഗെയിം കളിച്ച് ജയിക്കാൻ വേണ്ടി വരുന്നത്? 5 ബോൾ ഇട്ടാ മതി. ആരാണ് റെഡി ആയിട്ടുള്ളത്? ആരാണുള്ളത്? ഓടി വരൂ. ഓടി വന്നു കഴിഞ്ഞു. നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഇത് തല്ലാൻ പോണ പോലെ ആയിപ്പോയല്ലോ. എന്താ പേര്? ഹബീബ് റഹ്മാൻ. എന്ത് ചെയ്യുന്നു? ഞാൻ വിദേശത്തേനും കണ്ടിസ്റ്റൻസ് ആയിട്ട് ബികോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഒന്ന് തുടങ്ങാം. 5 ബോൾ ഇട്ടാൽ മതി, 10 വിടണ്ട. 5 ബോൾ ഇട്ട് ജയിക്കുക. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്. ഓരോ ബോൾ വെച്ച് ചെയ്യണം. ആ, ഹബീബേ. യെസ്. രക്ഷയില്ല. അപ്പുറത്തെ പറമ്പിൽ ഒരെണ്ണെത്തിയിട്ടുണ്ട്. ഹബീബ് ഭയങ്കര ഈസി ആയിട്ട് ഇത് വിഷയമില്ല അല്ലേ? പുറത്ത് നോക്കുമ്പോൾ ഓക്കെ. ഹബീബേ അയച്ചോട്ടാ, തൊട്ടിടും. ഹബീബ് റെഡി. 30 സെക്കൻഡ് കഴിഞ്ഞു. ഹബീബ് ഹബീബിന്റെ കൂട്ടുകാരെ പുറത്തുനിന്ന് പറയുന്നുണ്ട് കണ്ടം വഴി ഓടിക്കോളാൻ. അപ്പൊ ഒരെണ്ണം ചാടി. ഒന്നുകൂടെ പറഞ്ഞോ, കണ്ടം വഴി. യെസ്, അതും പോയി. 2 ഒന്നും വിഷയമല്ല. യെസ്. നിസ്സാരക്കാരനല്ല ഹബീബ്. യെസ്. ഇല്ല. യെസ് ഹബീബ്. യെസ്. ഓ, വെരി ഗുഡ് ഹബീബ്. സമയം പോകുന്നു. യെസ്. ഓ, യെസ്. ഒരെണ്ണം കൂടെ. യെസ്, വെരി ഗുഡ്. 5 എണ്ണം വിട്ടിരിക്കുകയാണ്. അപ്പോ ഹബീബാണ് കളിക്കാൻ വന്നത്. ഏതായാലും 5 എണ്ണം ഇട്ട് ഹബീബ് നമ്മുടെ അഭിമാനം അല്ലേ, നാടിന്റെ അഭിമാനം രക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും തീർച്ചയായിട്ടും എന്നാ ഒരു സന്തോഷമൊന്നുമില്ലാത്ത എങ്ങനെയാണ് ഇപ്പോഴും? സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ചെറിയ സംഭവം കൊണ്ട് അത്തിരല്ലേ സന്തോഷിക്കേണ്ടതുള്ളൂ മോനെ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുമ്പോഴല്ലേ വലിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. വലിയ കാര്യങ്ങൾ സ്ഥിരമായിട്ട് സന്തോഷിക്കുന്ന ആളാ, അതുകൊണ്ടാണ്. വലിയ കാര്യങ്ങൾ മാത്രമേ സന്തോഷിക്കുള്ളൂ, ചെറിയ കാര്യങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യല. ചെറുതായിട്ട്. പക്ഷെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളി ഓടി തല്ലി അരച്ച് വന്ന് വീണു ടാട്ട പോകും അല്ലേ, വന്ന് കളിച്ചു അല്ലേ, ജയിച്ചു. ഏതായാലും 5 എണ്ണം വിട്ട് ജയിച്ചു. ഒരുപാട് സന്തോഷം. ഏതായാലും സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. ഓക്കെ ഇപ്പോളൂ. എന്തായാലും ഹബീബ് 5 ബോൾ ഇട്ട് ജയിച്ചിരിക്കുകയാണ്.
ഗംഭീരമായിട്ട് കളിച്ചു, അഭിമാനം കാത്തു, നാടിൻ്റെ അഭിമാനം കാത്തു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കണം, ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കണം, വലിയ കാര്യങ്ങളിൽ സന്തോഷിക്കണം. സന്തോഷം മാത്രമാവട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും സന്തോഷിക്കട്ടെ. അതെ, സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, വീണ്ടും 4 പേര് കൂടിയാണ് ബാക്കിയുള്ളത്. ആ 4 പേരിൽ ആരാണ് ആ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് നമുക്കറിയണം, നമുക്ക് കണ്ടെടുക്കണം. ആരാണ് നറുക്കെടുക്കാൻ വരുന്നത്? ഓടിവാ. അതെ, 4 പേരിൽ ആ ഭാഗ്യവതി ഒരേ ഒരു പേരേ ഉള്ളൂ. ആ പേര് നറുക്കിട്ടതിൽ ജയിച്ച പേര് ശ്രുതി. ഉത്സവമായി മത്സരമായി ശ്രുതി അങ്ങനെ ഇൻ ചെയ്തിരിക്കുകയാണല്ലേ? എന്താണ് ശ്രുതി, എന്ത് ചെയ്യുന്നു ശ്രുതി? ഞാനിപ്പോ PSC ക്ലാസ്സിന് പഠിക്കുവാണ്. ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ PSC പഠിക്കുന്നല്ലേ? അതെ. ലിസ്റ്റിലുണ്ടോ എല്ലാത്തിലും? ഇല്ല, ഇപ്പൊ 4 മാസമായിട്ടേ ഉള്ളൂ ചേർന്നിട്ട്. ഓ, അപ്പം ഏതാണ് ഏതിന് വേണ്ടി അടുത്ത ടെസ്റ്റ് ഏതാണ് വരാനിരിക്കുന്നത്? ടെസ്റ്റ് ഇനി റെയിൽവേ ഉണ്ട് വരാൻ. റെയിൽവേ ഒക്കെ ഉണ്ട് വരാനുണ്ടല്ലേ? അതിലും കുഴപ്പമില്ല, സന്തോഷമാണ്. സന്തോഷമാണ്. ഗ്രൂപ്പ് സ്റ്റഡി ആണോ? അതെ. കമ്പൈൻ സ്റ്റഡി ആണ് ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രുതി എന്നാണ് പേര്, അടുത്താണ് വീട്. വീട്ടിലാരൊക്കെ ഉണ്ട് ശ്രുതിയുടെ? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അത്രേ ഉള്ളൂ. ശ്രുതി ഉണ്ടോ? ശ്രുതി ഉണ്ടോ ശ്രുതിക്ക്? എനിക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നോക്കിക്കേ, രണ്ടുപേരും ഒന്ന് പാടി നോക്കട്ടെ, ഞങ്ങൾ പറയാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ ശ്രുതി ഉണ്ടോ എന്ന്. ഓക്കെ, ശ്രുതി ഉണ്ടോ? ശ്രുതിക്ക് ഉണ്ട്, പാടിക്കോളൂ. ഏതോ രാമഴയിൽ നിലാവിന്റെ മുത്തായി നീ വന്നോ. ശ്രുതി ഉണ്ടോ? ഒറ്റ വരിയിൽ ശ്രുതി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നല്ലേ? ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യത്തെ ഗെയിമിലേക്ക് പോകണം അല്ലേ? ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ ശ്രുതി? അതെ. 1000 രൂപയുടെ സമ്മാനമാണ് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള സമ്മാനം. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ ഗെയിമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 1000 രൂപയ്ക്കുള്ള സമ്മാനത്തിലുള്ള ഗെയിമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. അപ്പോ ശ്രുതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശ്രുതി ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ പോവുകയാണ്. റെഡിയല്ലേ ശ്രുതി? അതെ, റെഡിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ശ്രുതിക്ക് കാത്തി വെച്ചിരിക്കുന്ന ആദ്യത്തെ ഗെയിം എളുപ്പമുള്ളതാണോ, വിഷമമുള്ളതാണോ, കളിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കളിച്ചു നോക്കാം അല്ലേ? അതെ. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. നോക്കിയോളൂ. ശ്രുതിക്കുള്ള ആദ്യത്തെ ഗെയിമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെ, അടുത്ത ഗെയിമിന്റെ പേരാണ് ഈഫൽ ടവർ. അപ്പോ ശ്രുതി, ഈഫൽ ടവറിന്റെ ഒരു സാമ്പിള് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഫൽ ടവർ എന്ന് പറയുന്നത് ഇവിടെ വൈൻ ഗ്ലാസ് വെക്കണം, ഒരു വൈൻ ഗ്ലാസ് വെക്കണം, 2 ബോൾ ഇതിനുള്ളിൽ വെക്കണം, വീണ്ടും ഒരു വൈൻ ഗ്ലാസ് എടുത്ത് അടച്ചു വെക്കണം. അങ്ങനെ 1, 2, 3 തട്ടാവുമ്പോഴാണ് ഒരു ഈഫൽ ടവർ ആകുന്നത്. അതുപോലെ 3 ഈഫൽ ടവർ ആണ് ഉണ്ടാക്കേണ്ടത് ശ്രുതി. സമയം എന്ന് പറയുന്നത് 120 സെക്കൻഡാണ് സമയം. 3 ഈഫൽ ടവർ ഉണ്ടാക്കുക. 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് ഇതിൽ ജയിച്ചാലുള്ളത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ശ്രുതി, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 120 സെക്കൻഡാണ് സമയം. ഈഫൽ ടവർ ശ്രദ്ധിച്ചു ചെയ്യുക. സമയം ഇഷ്ടം പോലെ ഉണ്ട്, 2 മിനിറ്റ് ഉണ്ട് സമയം. ശ്രദ്ധിച്ചു ചെയ്യുക. പതിയെ വെക്കുക. ഇത് ആരണ്ടു ദേഷ്യം വെക്കുന്നല്ലേ പോയല്ലോ, ഒന്നുമില്ല, ഗംഭീരമായിട്ട് ചെയ്യണം. 20 സെക്കൻഡ് കഴിഞ്ഞു. ഒന്നുകൂടെ സെറ്റ് വെച്ചിട്ട് വെറുതെ വെക്കാതെ ഓരോന്നോരോന്നെടുക്കുക. ഓരോ ബോൾ എടുക്കണം ശ്രുതി, മൊത്തം ബാലൻസ് പോകും. ഓക്കെ, ഒരു ടവർ ആയിട്ടുണ്ട്. ഓ, വെരി ഗുഡ്, നല്ല കൈയടി. വെറുതെ വെക്കരുത് ശ്രുതി, മറിഞ്ഞു പോകരുത്, മേശ മുട്ടാതെ ചെയ്യുക. സമയം 40 സെക്കൻഡ് കഴിഞ്ഞു.
ശ്രദ്ധിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധിച്ച് കയ്യടി. സെക്കൻഡ് കഴിഞ്ഞു. ഇനി 60 സെക്കൻഡുകളോട്ട് ബാക്കിയുണ്ട്. തട്ടി വീഴരുത്. യെസ്. സെക്കൻഡ് ബാക്കിയുണ്ട്. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. ഓർക്കരുത്. 10 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. ശ്രുതി, എന്ത് പറ്റി? ടെൻഷൻ ഒന്നുമില്ല. ഇതൊക്കെ ചെറിയ കാര്യം അല്ലേ? എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കളിക്കാൻ പറ്റിയല്ലേ? കളിക്കാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. നമ്മള് PSC പഠിക്കുന്ന പോലെ തന്നെ ചെറിയൊരു ഗെയിം അല്ലേ? അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ കണ്ടാൽ മതി. അപ്പോ എല്ലാം ചെറിയ കാര്യങ്ങളായിട്ട് തന്നെ കാണുക, വലിയ കാര്യങ്ങളായിട്ട് തന്നെ കാണുക. എല്ലാത്തിനെയും അതിൻ്റെതായ ലാഘവത്തോട് കൂടിയെടുക്കുക. കാരണം ഇതൊക്കെ ജീവിതത്തിൽ പല പല സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങളാണ്. ഈ കൂട്ടായ്മയും ഈ സ്നേഹവും ഈ ഒത്തൊരുമയൊക്കെ ഒരു നാടിന്റെ സംസ്കാരം വിളിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ പുതിയ ഒരു രസകരങ്ങളായ ഗെയിമുകളും അതുപോലെ തന്നെ കൈ നിറയെ ബമ്പർ പ്രൈസുകളുമായി ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഉണ്ടാവും. അതുവരേക്കും വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.